നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വ്യാപാരം, സുരക്ഷാ, പ്രതിരോധമടക്കം മലേഷ്യയുമായി നിർണായക 10 കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൗഹൃദ രാഷ്ട്രങ്ങളുടെ പിന്തുണ നിർണായകമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നരേന്ദ്രമോദി. മലേഷ്യയിൽ ഒരു കോൺസുലേറ്റ് കൂടി തുറക്കുമെന്ന് പ്രധാനമന്ത്രി. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ. 114 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് ഉടൻ അംഗീകാരം നൽകും. ചെലവ് 3 ലക്ഷം കോടി രൂപ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കരാറിൽ ഒപ്പുവയ്ക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ മൊഴി കള്ളമെന്ന് VSSയുടെ അന്തിമ പരിശോധനാ ഫലം. പ്രതികൾ പറഞ്ഞതിലും കിലോ കണക്കിന് കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് റിപ്പോർട്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാൻ SIT. പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ മറ്റൊരു ഫോട്ടോ കൂടി പുറത്ത്. 2 അല്ല 40 തവണ പോയാലും തുറന്നു പറയാൻ മടിയില്ലെന്ന് കടകംപള്ളി. വിവാദം വരുന്നതുവരെ പോറ്റിയെക്കുറിച്ച് മറിച്ചൊരു ധാരണ ഉണ്ടായില്ലെന്ന് അടൂർ പ്രകാശ്. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ എന്ന MV ഗോവിന്ദൻ. നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണക്കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ ED. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. രേഖകളില്ലാതെ 2 കോടി രൂപ ആന്റോ ആന്റണി എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് വെളിപ്പെടുത്തണമെന്ന് MV ഗോവിന്ദൻ. സന്തോഷ് ട്രോഫി കിരീടം സർവീസസിന്. എക്സ്ട്രാ ടൈമിൽ കേരളത്തിനെ തോൽപ്പിച്ചത് 1-0. കേരളം ഫൈനലിൽ തോൽക്കുന്നത് 9ാം തവണ. വ്യാപാരം, പ്രതിരോധം, സുരക്ഷയടക്കം 10 മേഖലകളിൽ സഹകരണത്തിന് ഇന്ത്യ മലേഷ്യ ധാരണ. കരാറുകൾ ഒപ്പുവെച്ചു. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കും. മോദിക്ക് മലേഷ്യയിൽ ആചാരപരമായ വരവേൽപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലെത്തിയത്. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയമായ പ്രധാനപുത്രയിലെത്തിയ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറുമാണ് നൽകിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ആരോഗ്യം, ദുരന്ത നിവാരണം, സെമി കണ്ടക്ടർ, വിദ്യാഭ്യാസം, തമിഴ് സിനിമയുടെ പ്രോത്സാഹനം അടക്കമുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനത്തിന് യോജിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. And one remarkable feat is this decision to use local currency as far as possible, and Bank Negara Malaysia and CBI has worked on this area. ആസിയാൻ കരാർ പുനഃപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हम आसियान के साथ पूरे इंडो पैसिफिक क्षेत्र में विकास, शांति और स्थिरता के लिए प्रतिबद्ध है. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വ്യോമസേനയുടെ കരുത്ത് അജയമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങും. 114 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിനാണ് ഉടൻ അംഗീകാരം നൽകുക. 3 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കരാറിൽ ഒപ്പുവെച്ചേക്കും. ഈ മാസം 18-നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ VSSയുടെ അന്തിമ പരിശോധനാ ഫലം SITക്ക് കൈമാറും. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കള്ളമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതികൾ പറഞ്ഞതിലും കൂടുതൽ സ്വർണം നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിൽ അവ്യക്തതയുള്ളതിനാൽ SIT വീണ്ടും സാമ്പിൾ ശേഖരണം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 പതിറ്റാണ്ടുകാലത്തെ ഇടപാടുകൾ പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമതും സാമ്പിളുകൾ ശേഖരിച്ചത്. ഇവയുടെ പരിശോധനാ ഫലമാണ് VSSC അന്വേഷണ സംഘത്തിന് കൈമാറിയത്. മോഷ്ടിച്ച സ്വർണ്ണത്തെക്കുറിച്ചുള്ള പ്രതികളുടെ മൊഴി കളവാണെന്നും കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. കിലോ കണക്കിന് സ്വർണം കട്ടെടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. എന്നാൽ കട്ടിളപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ അവ്യക്തതയുണ്ട്.
പരിശോധനാ ഫലത്തിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് മൊഴി നൽകി അടൂർ പ്രകാശ്. ബംഗളൂരുവിലും വീട്ടിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയതായും മൊഴിയിൽ പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ SITക്കാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയത്. ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സ്പാ സെന്ററുകളിൽ വ്യാപകമായ പരിശോധന നടക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നു. ദേവിക, ഇപ്പോൾ ഈ തിരുവനന്തപുരത്താണ് സ്പാ സെന്ററുകളിൽ പരിശോധന നടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മേയർ VV രാജേഷ് വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു സ്പായിൽ ഒരു യുവതിക്കെതിരെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി എന്ന വിവരം പുറത്തുവിടുന്നത്. എന്തായാലും അതേ തുടർന്നുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശത്തുള്ള ക്യാപിറ്റൽ സെന്റർ എന്ന കെട്ടിടത്തിലെ സ്പർശൻ എന്ന് പറയുന്ന ഒരു സ്പായിലാണുള്ളത്. ഇവിടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ യുവതിക്കെതിരെ അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ പരിശോധന നടത്തുന്നത്. ഈ മേയറാണ് യുവതിക്കെതിരായ കയ്യേറ്റം വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഈ സ്പായിൽ ഒരു കൂട്ടബലാത്സംഗം നടന്നതിനെ തുടർന്ന് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതേ തുടർന്നാണ് മേയർ VV രാജേഷ് ഇന്ന് തലസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത്. ലൈസൻസോടെയാണോ ഇത്തരത്തിലുള്ള സ്പാകൾ പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇത്തരത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഇത്തരത്തിൽ ക്രൂസ് സ്പാ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ ഇത്തരത്തിൽ മേയർ ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം തന്നെ, അതായത് വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു വലിയ പരിശോധനയുമായി കോർപ്പറേഷൻ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി, യുവതിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ തിരുവനന്തപുരത്ത് സ്പായിൽ പരിശോധന നടക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ. സംസ്ഥാനത്തെ സ്പാകളിലും മസാജ് സെന്ററുകളിലും വ്യാപക പരിശോധനയുമായി പോലീസ്. അനധികൃത ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ VV രാജേഷ് നേരത്തെ പറഞ്ഞു. തിരുവല്ലയിലെ സ്പാ സെന്ററിൽ നടന്ന കൂട്ടബലാത്സംഗത്തിന് പിന്നാലെയാണ് സ്പാകളിലും മസാജ് സെന്ററുകളിലും പോലീസ് പരിശോധന ശക്തമാക്കിയത്. സംസ്ഥാനത്തെ സ്പാകൾ കേന്ദ്രീകരിച്ച് ലൈംഗിക ചൂഷണവും ഗുണ്ടാവിളയാട്ടവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപകമായി പരാതികൾ ലഭിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ രാവിലെ മുതൽ വ്യാപകമായ പരിശോധനയാണ് കോർപ്പറേഷന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തുന്നത്. ലൈസൻസിന്റെ മറവിൽ അനാശ്വാസ്യ പ്രവർത്തനങ്ങളും അനധികൃത ഇടപാടുകളും അനുവദിക്കില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. സ്പാ ഉടമകളിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർ മാസപ്പടി വാങ്ങിയതായും ഇവർ സ്പാകളിലെ നിത്യസന്ദർശകരാണെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ ഉന്നതതല ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന് സൂചന. ഒന്നാം പ്രതി
മരണ സുബിൻ, കൂട്ടുപ്രതി ബർലിൻ ദാസ് എന്നിവരാണ് ഇതുവരെ പിടിയിലായത്. മറ്റ് 4 പേരാണ് ഒളിവിലുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സംസ്ഥാനം വിടുന്ന രീതിയാണ് ഈ സംഘം സ്ഥിരമായി ചെയ്യാറുള്ളത്. ക്രൂരപീഡനത്തിന് സ്പായിലെ സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന് അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു. ഈ സഹപ്രവർത്തകയിലേക്കും അവരുടെ ആൺസുഹൃത്തിലേക്കും പോലീസ് അന്വേഷണം നീളും. കേസിൽ കൂടുതൽ പേർ പ്രതികളാകാനും സാധ്യതയുണ്ട്. തിരുവല്ലയിൽ ഗുണ്ടാ കൂട്ടുകെട്ടുള്ള പോലീസുകാർ മാസപ്പടി പറ്റുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. നേരത്തെ പൂർത്തീകരിക്കാത്ത റിപ്പോർട്ടിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്ന് മൊഴി നൽകി അടൂർ പ്രകാശ്. ബംഗളൂരുവിലും വീട്ടിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയതായി മൊഴിയിൽ പറയുന്നു. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ SITക്കാണ് അടൂർ പ്രകാശ് മൊഴി നൽകിയത്. അതേസമയം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ചിത്രം സംബന്ധിച്ച് ഓർമ്മയിലില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിന്റെ ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും വീട്ടിലും ബംഗളൂരുവിലുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സമ്മാനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട പഴയ മൊഴിയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം മുൻ ദേവസ്വം മന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നു. ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവാണെന്ന് ചിത്രം വ്യക്തമാക്കുന്നു. പുതിയതായി പുറത്തു വന്ന ചിത്രം സംബന്ധിച്ച് തനിക്ക് ഓർമ്മയില്ലെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗൺമാൻ, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗൺമാന്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമായി ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. 1 അല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണം എന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരൊന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻ വിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനായി ചില പ്രത്യേക ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അവരാണ് UDF നേതാക്കളെ കൂടി ബന്ധപ്പെടുത്തി വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. തന്റെ ചോദ്യം ചെയ്യൽ സമയത്ത് പുറത്ത് വാർത്തകൾ പ്രചരിപ്പിച്ചതും ഇവരാണ്. പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തെന്നുമുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. കള്ളന്മാരും ദുഷ്ടന്മാരും ആണെന്ന് മനസ്സിലാക്കിയാണ് അവരെ മാറ്റി അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകളുണ്ട്. അത് നിങ്ങൾക്കും അറിയാം, ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കണം. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ ഭൂഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കള്ളപ്പണ കേസിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ED ചോദ്യം ചെയ്യും. ആന്റോ ആന്റണി MPക്ക് 2019 2 കോടി രൂപ നൽകിയതായി NM രാജു വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് സംശയിക്കുന്ന തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റോ ആന്റണി MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ആന്റോയ്ക്ക് 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ നൽകിയതായും 7 വർഷമായിട്ടും തിരികെ നൽകിയില്ലെന്നുമായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക സഹായം ലഭിച്ചതായി ആന്റോ ആന്റണിയും സമ്മതിച്ചു. ഇതോടെയാണ് കള്ളപ്പണ ഇടപാടിൽ ഇരുവരെയും ED ചോദ്യം ചെയ്യുന്നത്. ആദ്യം NM രാജുവിനെയും പിന്നീട് ആന്റോ ആന്റണിയെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. രാജുവിൽ നിന്ന് ലഭിച്ച തുക കള്ളപ്പണമാണോ, തെരഞ്ഞെടുപ്പ് ചെലവിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ ഉൾപ്പെട്ട പണമാണോ ആന്റോയ്ക്ക് ലഭിച്ചതെന്നറിയാൻ NIAയും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യും.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ഫോട്ടോയുടെ കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. അതേസമയം 2 കോടി രൂപ വാങ്ങിയത് എങ്ങനെയാണെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ 2 കോടി റുപ്യ വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് MPക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയത് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തത വരുത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്റോ ആന്റണി MPക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായി CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പണം കൊടുത്തെന്ന് NM രാജുവും വാങ്ങിയെന്ന് ആന്റോ ആന്റണിയും സമ്മതിച്ചു. ആന്റോയുടെ ബാംഗ്ലൂരിലെ ഭൂമി വിറ്റ് പണം തിരികെ നൽകാമെന്നാണ് NM രാജുവിനോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ ഭൂമി ഇടപാടുകളും പരിശോധിക്കണം. ആന്റോയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM പരാതി നൽകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. പൈസ കൊടുത്ത NM രാജു പറഞ്ഞു ഇനി 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിട്ടുണ്ട് എത്ര വാങ്ങിച്ചു എന്നും എത്ര തിരിച്ചു കൊടുത്തു എന്നുള്ളതിന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. NM രാജുവിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോളും ആന്റോ ആന്റണിയെ സമീപിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിരവധി പ്രാവശ്യം ഭാര്യയും മകളും ചെന്നപ്പം പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, അത് വസ്തു സംബന്ധമായിട്ട് എന്തോ പൈസ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂരുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നുള്ളത് SIT അന്വേഷിക്കണം. SNDP NSS ബന്ധം ഇനി ചർച്ചയാക്കേണ്ടതില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമ വിചാരണ അവസാനിപ്പിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയുള്ളൂ. വ്യക്തിപരമായി തേജോവധം ചെയ്യാനാണ് സ്വർണ്ണക്കൊള്ള കേസ് ഉപയോഗിക്കുന്നതെന്നും വെള്ളാപ്പള്ളി. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് കേരളത്തിൽ നല്ലൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്കാര് വോട്ടിംഗ് പെർസെന്റേജ് കൂടുതൽ ഒഴിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹം സാധിക്കും. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ 10-30 സീറ്റ് കിട്ടും എന്നവർ അവകാശപ്പെടുന്നവൻ ശ്രമിക്കും എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരിക്കും. സീറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവർക്ക് വോട്ടിംഗ് ഷെയർ LDFും UDFും വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജമായത്ത് പോലുള്ള വർഗീയ സംഘടനകളെ കോൺഗ്രസ് വെള്ളപൂശുകയാണ്. മലബാറിലെ സംസ്കാരത്തെ തകർക്കുകയാണ് ജമായത്തിന്റെ ലക്ഷ്യം. ലീഗിനെയും ജമായത്ത് വിഴുങ്ങിയെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകൾ. ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടത്തുന്നത്. അപ്പൊ മാറി മാറി LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവരുടെ പങ്കുപറ്റി അവരുമായി ചേർന്ന് നിലപാടുകൾ എടുത്തിട്ടുണ്ട്, അവരുടെ സഹായം പറ്റി. കൊച്ചിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൂരജ് ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൊച്ചി കളമശ്ശേരി ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സൂരജ് ലാമയുടേത് വെറുമൊരു മിസ്സിംഗ് കേസായി കാണരുതെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. സൂരജ് ലാമയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീർണിച്ച അവസ്ഥയിലായതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. സൂരജ് ലാമയുടെ ഭാര്യയും മകനും അടുത്ത ബന്ധുക്കളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. കൊച്ചിയിൽ തന്നെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂരജ് ലാമയുടേത് കേവലം തിരോധാന കേസല്ലെന്നും കൊലപാതകമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. चाहिए, प्लीज हेल्प अस.
Please, I'm requesting to you, please Kerala people, please help us for my husband. I'm telling you, I'm going for this murder case only. ये हॉस्पिटल अगर थोड़ा तो भी देखभाल करता था, थोड़ा तो भी एक बॉटल ड्रिप्स तो भी देता था, मेरा हस्बैंड बच जाता था. കളമശ്ശേരിയിലെ കുറ്റിക്കാട്ടിൽ നിന്നും കിട്ടിയ മൃതദേഹം ലാമയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന DNA പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കുവൈറ്റ് മദ്യദുരന്തത്തിലിരയായി ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണ് ലാമ കേരളത്തിലെത്തിയത്. കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെടുകയായിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹം കൊച്ചിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നു. എന്നാൽ പോലീസ് അടക്കം അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ കോടതി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച കേസ് കൂടിയാണ് ലാമയുടേത്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസാക്കി ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ആലപ്പുഴ ചേർത്തലയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയും അസ്ഥിയും ജൈനമ്മയുടേതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെയാണ് നിലവിലുള്ള തിരോധാന കേസ് മരവിപ്പിച്ച് കൊലപാതക കേസാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നിലവിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി. 2024 ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മയ്ക്കായുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒടുവിൽ എത്തിച്ചേർന്നത് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ സെബാസ്റ്റ്യനിലാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറയും അസ്ഥികളും കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലാണ് രക്തക്കറയും അസ്ഥിയും ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ നിലവിലെ തിരോധാന കേസ് മരവിപ്പിച്ച് കൊലപാതക കേസായി ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് ആക്ട് 2010 സെക്ഷൻ 67, BNS 103(1), 238A, 309, 140(1) എന്നീ വകുപ്പുകളാണ് സെബാസ്റ്റ്യന് എതിരെ ചുമത്തിയിട്ടുള്ളത്. നിലവിൽ ഈ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി. ആലപ്പുഴ സ്വദേശികളായ ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് എതിരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സെബാസ്റ്റ്യൻ നിലവിൽ റിമാൻഡിലാണ്. ഇയാൾക്ക് വേണ്ടി ഇതുവരെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാഗമായ വസ്തുവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ വിപിൻ പാറമേക്കാട്ടിൽ. ഠാണയിലെ പഴയ ജയിൽ, CI ഓഫീസ് എന്നിവ നിൽക്കുന്ന സ്ഥലം സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ദേവസ്വം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. വിപിൻ പാറമേക്കാട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് നിർണായക ഇടപെടൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭൂമിയാണ് കാലങ്ങളായി ആഭ്യന്തര വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട സ്വദേശിയും BJP സൗത്ത് ജില്ലാ സെക്രട്ടറിയുമായ വിപിൻ പാറമേക്കാട്ടിൽ നൽകിയ പരാതി പരിഗണിച്ച് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസ് പരിഗണിച്ച കോടതി 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ട് 28 വകുപ്പ് പ്രകാരം വിഷയം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വം അധികൃതർ ചർച്ച നടത്തിയ ശേഷം തീരുമാനം വേണ്ടിവന്നാൽ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു. 1840 കൊച്ചി രാജാവ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ദേവസ്വത്തിന്റെ സ്ഥലത്ത് അനുമതി നൽകിയതാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനും ജയിലും മാറ്റി സ്ഥാപിച്ചതിനാൽ ഭൂമി ദേവസ്വത്തിന് തിരികെ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഇങ്ങനെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പുറമ്പോക്കായി. ദേവസ്വത്തിന്റെ ഒരു സ്ഥലം പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ കളക്ടർ അടക്കമുള്ള ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ചർച്ചയായിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദേവസ്വം ബോർഡ് വളരെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങളെ കളക്ടർ വിളിച്ചില്ല. അതായത് കളക്ടറുടെ അധികാരം ശരിവെക്കുന്ന രീതിയിൽ കളക്ടർക്ക് യാതൊരു അധികാരമില്ല ഈ ഭൂമി പുറമ്പോക്കായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്. ദേവസ്വം ഭൂമിയാണ്. ദേവസ്വത്തിന് ഭൂമിയിൽ യാതൊരു അവകാശമില്ലെന്നും 2024 ഓഗസ്റ്റിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ ഭൂമി പുറമ്പോക്കിനത്തിൽപ്പെടുത്തി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ഈ ഉത്തരവ് ഇറക്കുമ്പോൾ ദേവസ്വം കമ്മിറ്റിയെ കേട്ടിട്ടില്ലെന്നും ഹർജിക്കാരൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ തലത്തിൽ ദേവസ്വം കമ്മിറ്റിയുമായി കാലങ്ങളായി നടത്തിയ കത്തിടപാടുകളിൽ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് അംഗീകരിച്ചിട്ടുള്ളതും ജില്ലാ കളക്ടർ പരിശോധിച്ചില്ല. ഈ ഭൂമി ദേവസ്വത്തിന് തിരികെ ലഭിക്കേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ 2005 കൂടൽമാണിക്യം ദേവസ്വം ആക്ടിലെ 28 വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ അവകാശമുണ്ടെന്ന ഹർജിക്കാരന്റെയും ദേവസ്വം കമ്മിറ്റിയുടെയും വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവിട്ടത്. അതേസമയം ക്ഷേത്രത്തിന് ഭൂമി തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. ഒരു വ്യാഴവട്ടത്തിന് ശേഷം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ പള്ളിപ്പാന ചടങ്ങിന് തുടക്കമായി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അതിപുരാതന ക്ഷേത്രാചാരമായ പള്ളിപ്പാനയ്ക്കാണ് ഞായറാഴ്ച തുടക്കമായത്. ദേവചൈതന്യത്തിന് സംഭവിച്ച ദോഷങ്ങൾ മാറ്റുവാനുള്ള ചടങ്ങുകളാണ് പള്ളിപ്പാനയിൽ നടക്കുന്നത്. 15 ദിവസങ്ങളിലായി 25 ചടങ്ങുകളാണ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുക. ക്ഷേത്രകുളത്തിന് തെക്ക് ഭാഗത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചടങ്ങുകൾ തനിമ നഷ്ടപ്പെടാതെ നടക്കുന്നത്. ഓത്തും മുറോത്തുമാണ് പ്രധാന ചടങ്ങുകൾ.
ഇതോടൊപ്പം അത്യപൂർവമായ നിരവധി ചടങ്ങുകളും അരങ്ങേറും. രാവിലെ 7-ന് പള്ളിപ്പാനയുടെ മുഖ്യ അവകാശിയായ കോമനവേലൻ പറമ്പ് സി ഹരിദാസിന്റെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ നിന്ന് കുത്തുവിളക്കുമായി കൂത്താടുകൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. കിഴക്കേ നടയിൽ സംഘത്തെ ദേവസ്വം ബോർഡ് അധികൃതരും ഉപദേശക സമിതി ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. ഇതിനുശേഷം ഞായറാഴ്ച രാവിലെ 9:25-നും 10:05-നും മധ്യേ കാപ്പുകെട്ട് ചടങ്ങോടെയാണ് പള്ളിപ്പാനയുടെ കർമ്മങ്ങൾ ആരംഭിച്ചത്. ദേവചൈതന്യം ആവാഹിച്ച കോയ്മ വഴിയാണ് പള്ളിപ്പന്തലിലേക്ക് എഴുന്നള്ളിക്കുക. ഇടുപണബലി, രക്ഷാകലശ പൂജ, തട്ടുബലി, അന്തിപ്പേ കാവലേറൽ, പാനപിടുത്തം, ബ്രഹ്മൻ പുറപ്പാട്, നിണബലി, കിടങ്ങുബലി, കാലൻകോലം, ശാസ്താം പുറപ്പാട്, ചെറിയ കൂമ്പുബലി, വലിയ കൂമ്പുബലി, ആഴിപ്പേ, തിക്കുബലി, അടവിവരവ്, മധു എഴുന്നള്ളിപ്പ്, കാളിന്താരികനും വരവ്, പുറക്കളത്തിൽ കുരുതി, കാപ്പഴിക്കലും കോഴിയെ പുറത്തെടുക്കലും, കുരുതി, ഭാരതം തുള്ളൽ എന്നിവയാണ് അനുബന്ധ ചടങ്ങുകൾ. ഒരു വ്യാഴവട്ടത്തിനു ശേഷം കണ്ണന്റെ സന്നിധിയിൽ നടക്കുന്ന ഈ ചടങ്ങ് ദർശിക്കാൻ ആദ്യ ദിവസം തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. അമൃത ന്യൂസ്, ആലപ്പുഴ. നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിന്റെ ഭാഗമായി തീർത്ഥാടന കേന്ദ്രവും വിശ്രമ പഠന കേന്ദ്രങ്ങളടക്കം ഇവിടെ ഒരുക്കും. ക്ഷേത്രാങ്കണത്തിലെ തേന്മാവ് സംരക്ഷണത്തിനും കർക്കിടകവാവിൽ 10,000 ബലിതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രക്കടവിന്റെ വിപുലീകരണവും അടക്കമുള്ള പദ്ധതികളാണ് ലക്ഷ്യമിടുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് 2 കോടി രൂപയാണ് വികസന പദ്ധതികൾക്കായി സർക്കാർ അനുവദിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ വികസന പദ്ധതികൾക്കായി സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപയും അനുവദിച്ചു. ഈ തുക ക്ഷേത്രത്തിൽ വിശ്രമകേന്ദ്രം, ശ്രീനാരായണീയ പഠന കേന്ദ്രം, ആധ്യാത്മിക പഠനത്തിനായി താന്ത്രിക വിദ്യാപീഠം എന്നിവ ഒരുക്കുന്നതിനായി വിനിയോഗിക്കുമെന്ന് SNDP യോഗം കോട്ടയം യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല ഇടത്താവളം, ശിവഗിരി തീർത്ഥാടകർക്കുള്ള സൗകര്യം, കർക്കിടകവാവിൽ ബലിതർപ്പണത്തിന് കൂടുതൽ വിപുലമായ സൗകര്യം, ക്ഷേത്രത്തിന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണം എന്നിവയും നടപ്പാക്കും. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവർക്ക് വിശ്രമ സൗകര്യങ്ങളില്ല. ഇപ്പം മണപ്പുറത്താണ് നമുക്കതിനുള്ള സൗകര്യങ്ങളുള്ളത്. അവിടെ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ പഠന കേന്ദ്രം, നമ്മളിപ്പോൾ യൂണിൻ്റേതായ തലത്തിൽ നാഗമ്പടം പഠന കേന്ദ്രം എന്നൊന്നുണ്ട്. എന്നാൽ അത്തരത്തിലല്ല, അതൊരു അന്തർദേശീയ തലത്തിലുള്ള പഠന കേന്ദ്രമായി, അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ തലത്തിൽ പഠനം നടത്തുന്നതിനുള്ള ഒരു താന്ത്രിക വിദ്യാപീഠം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ, കോട്ടയത്തൊക്കെ എത്തിച്ചേർന്ന് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്കും ഇതൊരു ഇടത്താവളമായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു പാലം ഉണ്ടെങ്കിൽ നേരെ നാഗമ്പടത്തേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിലെ തെന്മാവിന് ചുവട്ടിലിരുന്നാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനുമതി നൽകിയത്. ഈ തെന്മാവിനെ സംരക്ഷിക്കുന്നതിന് യൂണിയൻ പദ്ധതി തയ്യാറാക്കി വരികയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ മധ്യകേരളത്തിലെ തീർത്ഥാടന ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായി നാഗമ്പടം ക്ഷേത്രവും മാറും. MC റോഡ്, റെയിൽവേ സ്റ്റേഷൻ, മീനച്ചിലാർ എന്നിവ തൊട്ടരികിലുണ്ടെന്നതും ക്ഷേത്രത്തിലെ തീർത്ഥാടനത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നവയാണ്. അമൃത ന്യൂസ്, കോട്ടയം. തച്ചുശാസ്ത്രത്തിന്റെയും ദാരുശില്പകലയുടെയും മനോഹാരിതയിൽ നിറയുകയാണ് പത്തനംതിട്ട ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രം. തടിയിൽ തീർത്ത അത്യപൂർവ ശില്പങ്ങളാണ് ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപം മുതൽ ശ്രീകോവിൽ വരെ ഭക്തിസാന്ദ്രമാക്കുന്നത്. പത്മദളത്തിനുള്ളിൽ മാതൃഭാവത്തിൽ വിരാജിക്കുന്ന കാളിദേവിയുടെ ശില്പം ഉൾപ്പെടെയുള്ള വിസ്മയ കാഴ്ചകളിലേക്കാണ് ഇനി. ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ കണ്ണുടക്കുന്നത് ഇവിടുത്തെ മനോഹരമായ ദാരുശില്പങ്ങളിലാണ്. പൂർണ്ണമായും ആഞ്ഞിലി, തേക്ക് എന്നീ തടികളിലാണ് ഈ വിസ്മയങ്ങൾ വിരിഞ്ഞിരിക്കുന്നത്. നമസ്കാര മണ്ഡപം, അഗ്രമണ്ഡപം, ശ്രീകോവിൽ എന്നിവിടങ്ങളിലായി ശില്പകലയുടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അർദ്ധനാരീശ്വരൻ, ശ്രീകൃഷ്ണൻ, ഗണപതി, മുരുകൻ തുടങ്ങി പുരാണ കഥാപാത്രങ്ങളെല്ലാം തടിയിൽ ജീവൻ തുടിക്കുന്ന രൂപങ്ങളായി ഇവിടെ പുനർജനിച്ചിട്ടുണ്ട്. പത്മദളമാണ് ഹൈലൈറ്റ് വരുന്നത്. പിന്നെ കഴുക്കോലയിലുള്ള ബിംബങ്ങൾ, കഴുക്കോല ബിംബം വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലുള്ള കഴുക്കോലയുള്ള ബിംബങ്ങൾ
ചെയ്തു പോരുന്നത്. നമസ്കാര മണ്ഡപത്തിൻ്റെ കംപ്ലീറ്റ് ബിംബങ്ങളും ശ്രീകോവിലിൻ്റെ കഴുക്കോലുകൾ, ദേവിയുടെ 9 ആയുധങ്ങൾ. അഗ്രമണ്ഡപത്തിലെ പത്മദളത്തിൽ കൊത്തിയിട്ടുള്ള കാളീദേവിയുടെ രൂപം ശില്പവൈദഗ്ധ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ നിർമ്മാണത്തിലൂടെ ക്ഷേത്രത്തിന് പുതിയൊരു മുഖച്ഛായയാണ് കൈവന്നിട്ടുള്ളത്. ദേവപ്രസ്ഥത്തിൽ പറഞ്ഞ പ്രകാരം ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, യക്ഷിയമ്പലം എന്നിവയാണ് പുനർനിർമ്മിക്കേണ്ടി വന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് വന്നത് തടിയിലാണ്. നേരത്തെ ഇത് കോൺക്രീറ്റ് ആയിരുന്നു. അപ്പോൾ കോൺക്രീറ്റ് ഇളകി തടിയിൽ വന്നപ്പോൾ ഈ തടി മുഴുവനും ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ് തന്നത്. അത് ജാതി മത വർണ്ണഭേദമില്ലാതെ എല്ലാവരും, ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുമാണ് ഇത്രയും തടികൾ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. നമ്മൾ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. ഇത്രയും പണികളോട് കൂടിയത് ചുരുക്കം മാത്രമാണ്. നമുക്ക് ഇതുപോലൊരു ഗ്രാമത്തിലൊരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പടയണി പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. തന്നെയല്ല, ശ്രീ ഭദ്രകാളിയെ ശാന്തസ്വരൂപിണിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ അതുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രം കൂടാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് ഓരോ ശില്പവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊത്തുപണികൾ പൂർണ്ണമായും തീരുന്നതോടെ ദക്ഷിണ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ദാരുശില്പ കേന്ദ്രമായി ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രം മാറും. അമൃത ന്യൂസ്, പത്തനംതിട്ട. 131ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാരാമൺ കൺവെൻഷൻ നടത്തിപ്പിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചുവെന്ന് പറഞ്ഞ മെത്രാപ്പൊലീത്ത മണിപ്പൂരിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നതായും ക്രിസ്മസ് കാലത്ത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ ക്രൈസ്തവർ അക്രമത്തിനിടയായെന്നും പറഞ്ഞു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്നത് ആശങ്കയാണ്. ജെൻസി കാലഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അക്രമകാരികളാകുന്നു. അധ്യാപകരടക്കം കുട്ടികളുടെ അക്രമത്തിന് ഇരയാകുന്നുവെന്നും മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കുറേ ശുപാർശകൾ നടപ്പാക്കിയെന്ന് മന്ത്രി P. രാജീവ്. ബാക്കിയുള്ളവയും നടപ്പാക്കും. ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിയമ ഭേദഗതി വേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു. എന്തെല്ലാം ശുപാർശകൾ നടപ്പാക്കി, ഏതെല്ലാം നടപ്പാക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ കോൺഗ്രസിന് ഭയമുണ്ടെന്നും P. രാജീവ് ആരോപിച്ചു. JB കോശി കമ്മീഷന്റെ ശുപാർശകൾ നല്ലൊരു പങ്ക് നടപ്പിലാക്കി. ചിലത് നിയമ ഭേദഗതിയിൽ വേണ്ടി വരുന്നതായിരിക്കും, ചിലത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അതെല്ലാം പൊതുസമൂഹത്തിൽ പറയും. ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ ബാക്കിയുള്ളതിൽ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാം പരമാവധി ചെയ്യാൻ കഴിയാവുന്നത് തന്നെയാണ്. ചിലത് നിയമ ഭേദഗതിയിൽ ആവശ്യമായിട്ട് വരും. അത് പൂർണ്ണമായിട്ടും ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിച്ചത് ഈ ഗവൺമെന്റാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ പാലോളി കമ്മീഷൻ നിയമിച്ചതും ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ കമ്മീഷന്റെ ശുപാർശകൾ നടപടികൾ സ്വീകരിക്കുന്നതും ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. മറ്റാരും ഈ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സനാതനധർമ്മ സംരക്ഷണം നമ്മുടെ കടമയാണെന്നും നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നും മാതാ അമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ. മാതൃശക്തിയിലൂടെയാണ് ഭാരതം ലോക ഗുരുസ്ഥാനത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഹിന്ദുക്കളും സഹോദരി സഹോദരന്മാരാണെന്ന സന്ദേശമുയർത്തി ഡൽഹിയിൽ സംഘടിപ്പിച്ച വിശാല ഹിന്ദു സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. हमें इन कुरीतियों को अपने परिवारों से निकालना है, तभी हम कह पाएंगे सच्चे मायने में कि हम सनातनी हैं. तभी हम कह पाएंगे यत्र नार्यस्तु पूज्यन्ते रमन्ते तत्र देवता. अंत में मैं अपनी वाणी को विराम देने से पहले बस इतना ही कहना चाहूँगा कि अगर हमें ह्यूमन एम्पावरमेंट की बात करनी है तो वुमेन एम्पावरमेंट भी बहुत ज़रूरी है. विश्व इतिहास गवाह है, और ये मैं बात एक पुरुष होते हुए कह रहा हूँ. आशा करता हूँ इससे पुरुषों के अहंकार को कोई आघात नहीं पहुँचेगा, लेकिन विश्व इतिहास गवाह है कि पुरुष प्रधान समाज अधिकतर शोषण करता रहा है. मुझे लगता है भारत को पुनः विश्व गुरु बनने के लिए मातृशक्ति को शिखर पर आना पड़ेगा. मातृशक्ति को शिखर पर लाना बहुत अनिवार्य है, ताकि भारतीय समाज का पोषण हो, शोषण नहीं. लेकिन यह भी याद रखना होगा कि शिखर पर वही स्त्री, वही नारी पहुंचे जिसमें मातृत्व की शक्ति जगी हुई हो. केवल स्त्री शरीर की बात नहीं कर रहा मैं,
वो स्त्री जिसमें मातृत्व की शक्ति जगी हुई हो। अपनी वाणी को यही विराम दे रहा हूं इस प्रार्थना के साथ कि हम सब में मातृत्व की शक्ति जगे, भारत शीघ्र विश्व गुरु के रूप में सामने आए और विश्व के सभी देशों का मार्गदर्शन कर सके। मुझे आज यहाँ पर अपने विचार व्यक्त करने का ये सुअवसर जो आयोजकों ने प्रदान किया। T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അടിയന്തര യോഗം ചേരും. പാകിസ്ഥാനിലെ ലോകകപ്പ് ഭാവിയിലും ഫെബ്രുവരി 15 ഇന്ത്യ പാക് മത്സരത്തിന്റെ കാര്യത്തിലും യോഗത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാകും. സമവായ ചർച്ചകൾക്കായി ICC പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. കൊളംബോയിൽ നടക്കേണ്ട ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന നിലപാടിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ICC ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖവാജ, ബോർഡ് അംഗം മുബഷീർ ഉസ്മാനി എന്നിവരാണ് ലാഹോറിലെത്തിയത്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമീനുൽ ഇസ്ലാം ബുൾബുളും ലാഹോറിലുണ്ട്. പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫാണ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടീം കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത്. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. എക്സ്ട്രാ ടൈമിൽ നേടിയ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് സർവീസസ് കിരീടമണിഞ്ഞത്. 180-ാം മിനിറ്റിൽ അഭിഷേക് പവാർ നേടിയ ഗോളാണ് മത്സരത്തിന്റെ വിധി എഴുതിയത്. സർവീസസിന്റെ 8ാം കിരീടമാണിത്. തുടർച്ചയായ 2ാം വട്ടമാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഫൈനലിൽ കളിച്ച കേരളത്തെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ബംഗാളാണ് വീഴ്ത്തിയത്.